കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെ വിവിധ ട്രേഡ് യൂണിയനുകൾ പ്രഖ്യാപിച്ച ദേശീയ പണിമുടക്ക് തുടങ്ങി. അവശ്യ സേവനങ്ങളെ പണിമുടക്കിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. കേരള, കാലിക്കറ്റ്, MG സർവകലാശാലകൾ നടത്താനിരുന്ന പരീക്ഷകൾ മാറ്റിവെച്ചു. അതേസമയം സമരത്തെ നേരിടാൻ സംസ്ഥാന സർക്കാർ ഡയസ് ലോൺ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആദ്യം കോഴിക്കോട്ട് നിന്ന് ഇംതിയാസിലേക്കാണ് പോകുന്നത്. ഇംതിയാസ്, ഈ ദേശീയ പണിമുടക്ക് അക്ഷരാർത്ഥത്തിൽ കേരളത്തെ സ്തംഭിപ്പിക്കുമെന്നാണ് ട്രേഡ് യൂണിയനുകൾ അവകാശപ്പെട്ടിരുന്നത്. ആ രീതിയിൽ തന്നെയാണോ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്? പണിമുടക്ക് ഏത് രീതിയിലാണ് പുരോഗമിക്കുന്നത്? ഉമൈബാൻ, ഞാനിപ്പോൾ നിൽക്കുന്നത് കോഴിക്കോട്ടെ KSRTC സ്റ്റാൻഡിലാണ്. ഇപ്പോൾ അർദ്ധരാത്രി 12 മണിക്ക് ഈ ദേശീയ പണിമുടക്ക് ആരംഭിച്ചിപ്പോൾ 6 മണിക്കൂർ പിന്നിട്ടിരിക്കുകയാണ്. ഈ ബസ് സ്റ്റാൻഡിലെത്തുമ്പോൾ ഇവിടെയുള്ള ഉദ്യോഗസ്ഥരോടൊക്കെ സംസാരിക്കുമ്പോൾ മനസ്സിലാവുന്ന ഒരു കാര്യം, ഇതുവരെ രാവിലെ ഒന്നും ഈ കോഴിക്കോട് ബസ് സ്റ്റാൻഡിൽ നിന്നും KSRTC സ്റ്റാൻഡിൽ നിന്നും പുതിയ സർവീസുകളൊന്നും, ഇന്ന് രാവിലെ ആരംഭിക്കേണ്ട സർവീസുകളൊന്നും ആരംഭിച്ചിട്ടില്ല എന്നാണ്. എന്നാൽ ഇന്നലെ രാത്രിയിലൊക്കെ ആരംഭിച്ച് കോഴിക്കോട് ബസ് സ്റ്റാൻഡിലെത്തിയ KSRTC സ്റ്റാൻഡിലെത്തിയ ചില ബസ്സുകൾ, ദീർഘദൂര ബസ്സുകളൊക്കെ കണക്റ്റഡ് ബസ്സുകളായിട്ട് യാത്ര പോകുന്നുണ്ട്. ഇവിടെ കയറി ബാക്കി ആരംഭിച്ച യാത്രകൾ പൂർത്തിയാക്കുക എന്ന രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. ഇപ്പോൾ ബസ് സ്റ്റാൻഡിൽ കുറേ ആളുകൾ, യാത്രക്കാരായിട്ടുള്ള ഒരുപാട് ആളുകൾ തിരുവനന്തപുരം, അതുപോലെ തന്നെ കൂടല്ലൂർ ഭാഗങ്ങളിലേക്കൊക്കെ പോകേണ്ട ഒരുപാട് ആളുകൾ ബസ് കാത്തു നിൽക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. നിങ്ങൾക്ക് എവിടെ പോകേണ്ടതാ? കൂടല്ലൂർ അല്ലേ? അപ്പോൾ എത്ര സമയമായി ഇവിടെ വന്നിട്ട്? 5:30 വന്നിട്ടുണ്ട്. ബസ് ഉണ്ടോ ചോദിച്ചോ? 5:30 ബസ്സില്ല എന്നാ പറഞ്ഞത്. 5:30 ബസ്സില്ല. തമിഴ്നാട് വണ്ടിയൊക്കെ ഒരു പക്ഷേ വരും. ഇന്നലെ തന്നെ അത് മടങ്ങിയെന്നാ പറഞ്ഞത്. 5:30 ബസ്. ഇനിയിപ്പോൾ വേറെ ബസ് ഉണ്ടെങ്കിൽ പോവാന്ന് വിചാരിച്ച, അല്ലെങ്കിൽ വീട്ടിലേക്ക് മടങ്ങാന്നുള്ളത്. ബസ് വന്നില്ലെങ്കിൽ എന്താ ചെയ്യാ? വീട്ടിലേക്ക് തന്നെ മടങ്ങും. തിരിച്ചു. ചേട്ടാ, എങ്ങോട്ടാണ്? എൻ്റെ ഫ്രണ്ടിനെ പറ്റിയാണ്. അങ്ങനെ പല ആളുകളുണ്ട്. കൂടല്ലൂർ ഭാഗങ്ങളിലേക്കും അതുപോലെ തന്നെ തിരുവനന്തപുരം വരെ തലസ്ഥാനത്തേക്ക് എത്തേണ്ട ആളുകളുണ്ട്. അപ്പം ഇന്ന് പോകാൻ പറ്റിയില്ലെങ്കിൽ പലരും ഇവിടെയൊക്കെ റൂം എടുത്ത് താമസിക്കും എന്ന രൂപത്തിലൊക്കെയാണ് പലരും ആ കാര്യങ്ങൾ പറയുന്നത്. നിങ്ങൾ എങ്ങോട്ടേക്കാണ്? ബസ് ഉണ്ടോ? ഇല്ല, മുക്കത്തേക്കാ. ബസ്സില്ല. ഇല്ല. എവിടെ പോനാ? മുക്കത്തേക്ക്. ചോദിച്ചപ്പോൾ ബസ്സില്ല എന്ന് പറഞ്ഞു. ബസ് ലോങ് നേരെ വരുന്നുണ്ടെങ്കിൽ പോകുന്ന പറഞ്ഞു. വെയിറ്റ് ചെയ്യാൻ ഒരു മണിക്കൂറായി. ഉമൈബാൻ, ആ രീതിയിലാണ് രാവിലെ തന്നെ KSRTC സ്റ്റാൻഡിൽ എത്തുമ്പോൾ കാണുന്ന കാഴ്ച. ഒരുപാട് ആളുകൾ ബസ്സിനായിട്ട് കാത്തു നിൽക്കുന്നു. എന്നാൽ ഇവിടെ നിന്ന് ഫ്രഷ് ആയിട്ട് ഇന്ന് രാവിലെ തുടങ്ങേണ്ട സർവീസുകളൊന്നും ആരംഭിച്ചിട്ടില്ല എന്നത് തന്നെയാണ്. ഇന്നലെ KSRTC അടക്കം എല്ലാ സർക്കാർ ജീവനക്കാർക്കും ഡയസ് ലോൺ പ്രഖ്യാപിച്ചതാണ്. നിർബന്ധമായിട്ടും സർവീസുകൾ നടത്തണമെന്നുള്ള രീതിയിലാണ്. അങ്ങനെ വരുമ്പോൾ ഒരു പക്ഷേ CITU നേതാക്കളടക്കം KB ഗണേഷ് കുമാർ പറഞ്ഞ തീരുമാനത്തോട് എതിർപ്പടക്കം പ്രകടിപ്പിച്ചിരുന്നു. KSRTC പണി മുടക്കേണ്ടി വരും, ഒരു KSRTC ബസ്സും നിരത്തിലിറങ്ങില്ല എന്ന രൂപത്തിലായിരുന്നു ദേശീയ പണിമുടക്കിന്റെ നേതൃത്വം കൊടുക്കുന്ന തൊഴിലാളികളെല്ലാം, CITUവിന്റെ അടക്കമുള്ള ആളുകൾ, ഇതിൽ എല്ലാ യൂണിയനുകളും പറഞ്ഞത്. അതോടൊപ്പം തന്നെ പറഞ്ഞത് വെറുമൊരു പണിമുടക്ക് മാത്രമായിരിക്കില്ല, പണിമുടക്കൊരു ബന്ധായി മാറും എന്നുള്ള രീതിയിലുമാണ് കാര്യങ്ങൾ ഇന്നലെ തന്നെ പറഞ്ഞത്. ഏകദേശം ഇന്ന് രാവിലെ നമ്മൾ ഇറങ്ങുമ്പോൾ ഒരു പക്ഷേ നമ്മുടെ റോഡുകളെല്ലാം വിജനമാണ്. ആ രീതിയിൽ വലിയ സ്വകാര്യ വാഹനങ്ങൾ പോലും, സ്വകാര്യ ബസ്സുകളൊന്നും സർവീസ് നടത്തുന്ന രീതിയിലൊന്നും കാര്യങ്ങൾ ഇപ്പോൾ കാണുന്നില്ല. KSRTC സ്റ്റാൻഡിലേക്ക് വരുമ്പോൾ പക്ഷേ ഒരുപാട് ആളുകൾ ബസ് ഉണ്ടാവുമെന്ന് കരുതി വന്ന ഒരുപാട് ആളുകളെ നമുക്ക് കാണാനും സാധിക്കുന്നുണ്ട്. ഇന്നലെ തന്നെ ഇവിടെ ഇവിടെ നിർത്തിയിട്ട ഒരുപാട് ബസ്സുകളും ഇപ്പോൾ KSRTC സ്റ്റാൻഡിൽ കാണുന്നുണ്ട്. നമുക്ക് ഇന്ന് ഏതെങ്കിലും സർവീസ് നടത്തിയോ? ഇവിടെ രാവിലെ തുടങ്ങിയ ഏതെങ്കിലും സർവീസ്? ഇത് ഇന്നലെ തുടങ്ങിയ സർവീസാണ്. തിരുവനന്തപുരം. ഇന്നലെ ആരംഭിച്ചത് കൊണ്ട് ഇന്ന് പൂർത്തിയാക്കുന്നു. ഇന്ന് ഇവിടെ നിന്ന് തുടങ്ങിയിട്ടൊന്നും കാണുന്നില്ല. തുടങ്ങുന്ന പറയുന്നോട്ടെ. ഒരുപാട് യാത്രക്കാരൊക്കെ അറിയാതെ ബസ് ഉണ്ടാവുന്നൊക്കെ വിചാരിച്ചു വന്ന ഒരുപാട് ആളുകളുണ്ട്. ഓടണമെന്നല്ല മന്ത്രിയുടെ ഓർഡർ. ഉണ്ടാവുന്ന സാധ്യതയുണ്ട്. ഓടാൻ സാധ്യതയുണ്ട്. ഒരു പക്ഷേ ഒരു ഉച്ച സമയമൊക്കെ ആവുമ്പോൾ ഏതെങ്കിലും വണ്ടികളൊക്കെ എടുക്കും. നന്നായി രാവിലെ ആയതുകൊണ്ടാണ്. കുറച്ച് കഴിയുമ്പം പണിക്കാർ വരാൻ സാധ്യതയുണ്ട്. കർശന നിർദ്ദേശമുണ്ടോ യൂണിയനുകളുടെയൊക്കെ ഒരിക്കലും ഓടരുതെന്നൊക്കെ? അങ്ങനെയൊന്നുമില്ല. ഇപ്പം പങ്കെടുക്കാതെ യൂണിയനുണ്ട്, കുറെ ആളുകൾ സഹകരിക്കുന്നവരുണ്ട്. എന്തായാലും രാവിലെ ഒറ്റ സർവീസും ആരംഭിച്ചിട്ടില്ല. രാവിലെ ഇവിടെ അറിയില്ല, നമ്മളിവിടുത്തെ അല്ല, നമ്മള് തലശ്ശേരിക്കാരാണ്. ഓക്കെ, അപ്പം എന്തായാലും ആ രീതിയിലാണ് കാര്യങ്ങൾ. KSRTC സ്റ്റാൻഡിലുടനീളം ഇരിപ്പിടങ്ങളിൽ അടക്കം